ഹലോ ഗെയ്സ്, ഞാനിന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അനീഫാനെ തിരഞ്ഞു വന്നാണ്. അനീഫാനെ കാണാനില്ല, അനീഫ പണിക്ക് പോയിക്കണ്. വരുന്നവന് ഓനോട് ചോദിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ. ഇതാ അനീഫ. ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റൂല സാജിയെ. പണി കുറെ ഉണ്ടായിട്ട് അപ്പൊ ഉമ്മ ചീത്ത പറഞ്ഞു, ഇജ്ജ് പണിയുണ്ട് പണിയില്ലായി നടന്നോ, പണി അന്നെ അന്വേഷിച്ചിട്ട് വരൂല, ഇജ്ജ് പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കുട്ടികളെ പട്ടിണിയാക്കാണ്ട് ഞാൻ ഒരു വീഡിയോ എടുക്കല് ഏത് സമയത്തിന് ഒരു കുഞ്ഞാപ്പ് ഒരു ഉമ്മ എൻ്റെ സ്വന്തം ഉമ്മ പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ പണിക്ക് പോയതാണ്. 3 മണി വരെ പണി ഉണ്ടാവുമെന്ന് വിചാരിച്ച് 3 മണി കഴിഞ്ഞ് സാജി വിളിക്കണ്ട, എടാ 3 മണിയാകുമ്പോൾ എത്തൂലേ, അവന്മാർ കൃത്യം 3 മണിക്ക് എത്താറുണ്ട്. സിമ്മിൽ കൂട്ടിയത് കയറി. അപ്പോൾ പിന്നെ 3:30 നിർത്താമെന്ന് വിചാരിച്ച് 3:30 കഴിഞ്ഞ് ലാസ്റ്റ് 4 മണി കഴിഞ്ഞ് 4:30 ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ സ്വന്തം സുഹൃത്തുക്കളെ ഇന്ന് വീഡിയോ ഇടാൻ പറ്റൂല. കാരണം ഇനിയിപ്പോൾ ഈ വേഷമായിട്ട് കുഞ്ഞാപ്പ ആവാനും ഉമ്മ ആവാനും പറ്റൂല, സമയമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ക്ഷമിക്കുക. നാളെ എന്തായാലും വീഡിയോ വിടാൻ നോക്കുക. കാരണം ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഒരു പൂരമുണ്ട്. എന്തായാലും നിങ്ങൾ ഞങ്ങൾ കുഞ്ഞാപ്പിനും ഉമ്മാനും ഒന്നും മറക്കരുത്. ഞാൻ തന്നെ അനീഫ, ഞാൻ തന്നെയാണ് ഈ കുഞ്ഞാപ്പൂ. അപ്പോൾ ചിലവർക്കൊരു സംശയമുണ്ട്, ഈ കുഞ്ഞാപ്പൂ ഒരു മണ്ടൻ തന്നെയാണോ എന്ന്. അതൊക്കെ ഒരു അഭിനയമല്ല, ജീവിതം തന്നെ ഒരു അഭിനയമല്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ ആവശ്യം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും കാണുക. നിങ്ങളെല്ലാവരും കാണുന്ന കുറെ ആൾക്കാരുണ്ട്, കാണാത്ത കുറെ ആൾക്കാരുണ്ട്, എന്നാലും കാണുക കേട്ടാ. പിന്നെ അതുമല്ല, കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ട് ലൈക്കും കമന്റും ചെയ്യാൻ പറഞ്ഞു. അതിപ്പോ പറഞ്ഞവര് കേട്ടില്ലേ, വീഡിയോ കാണും ചെയ്യാം. കുഞ്ഞാപ്പിനെക്കാട്ടി വലിയ കുഞ്ഞാപ്പാവുണ്ട്. ലൈക്ക് ചെയ്യാ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാ, വീഡിയോ വിജയിപ്പിക്കുക. ഇപ്പൊ ഞാൻ ഇനി പെരെ പോയി കുളിക്കട്ടെ. ഫോളോവേഴ്സ് കുറവാണ് ഇപ്പൊ നമുക്ക്. അത് ഫോളോവേഴ്സ് കുറവാന്ന് വെച്ചാൽ നമ്മളെ ഉള്ള ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ ഓരോരുത്തരെ ഇഷ്ടമല്ലേ, കാണോ കാണാതിരിക്കണ സാഹചര്യം അവരെ ഇഷ്ടമല്ലേ. നമ്മൾ നല്ല കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും കാണും. ഇത് പെട്ടെന്ന് പണി കഴിഞ്ഞ് വരുമ്പോ പണി കുറവാണ്, ഒന്നൊരു പണി ഉണ്ട്, ഇനി ചിലപ്പോ 2 ദിവസം പണി ഉണ്ടാവും. അപ്പൊ പണീന്റെ അനുസരിച്ച് ഇനി വീഡിയോ ചെയ്യാം. ഞങ്ങൾ ഒരിക്കൽ പറഞ്ഞാണ് 1.5 വിടുള്ളൂ. അപ്പൊ പിന്നെ തീരെ പണി ഇല്ലാതായി. ഒരു ദിവസം പണി ഉണ്ടപ്പോ ഞാൻ പറഞ്ഞു സാഹിയോട് ഇനി 1.5 വിടാന്ന്. അങ്ങനെ പിറ്റേ ദിവസം പണി ഇല്ലാതായി. അപ്പൊ പിന്നെ ഡെയിലി വിടൽ തുടങ്ങി. ലാസ്റ്റ് ഉമ്മ പറഞ്ഞു, എടാ എത്ര ഇച്ചിടെ കടം വാങ്ങിക്കൊണ്ട് തിന്നാ മസ്രാണിയെ, വേറെ മസ്രാണി ഞാൻ ഉണ്ടാക്കിയേട്ടാ, വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ, ഇജ്ജ് ഇങ്ങനെ ഒരു കൽപ്പണി കാത്തുന്നൊരു കാര്യം ഉണ്ടാ, വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ കൽപ്പണി ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ നമ്മള് ബംഗാളികളെ കുറ്റം വെക്കും, നിങ്ങൾ മലയാളികൾ പണിക്കൊന്നും ചെയ്യാറുണ്ട്. 14 വയസ്സിൽ പണിക്ക് തുടങ്ങിയ ആളാ ഞാൻ. ഇന്നത്തെ നല്ലൊരു സമ്മാനമാണ്, ഊരവേദനയാണ്. ബംഗാളികളെ മാറി ഒന്നും എടുക്കാൻ പറ്റൂല. 2 ദിവസം പണിയെടുത്ത 3-ാം ദിവസം പോകാൻ പറ്റൂല. ഒരു അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോണ്. അപ്പൊ എല്ലാരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാ. ഞാനേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് വീടിന്റെ അവിടെ ഒന്ന് പോട്ടെ. അല്ല വേറെ കാര്യം പറയണ്ട്, നമ്മള് വീഡിയോ 1.5 എങ്ങനെയാണ് നമ്മൾ ജനങ്ങളെ വിട്ടിത്താക്കും വിചാരിക്കും. ഞങ്ങൾ ഇനി സമയം ഉണ്ടെങ്കിൽ ഡെയിലി വിടും, സമയം ഇല്ലെങ്കിൽ ഞങ്ങൾ 1.5 വിടും. അപ്പൊ നിങ്ങളെല്ലാരും കാണാം. നമ്മളെ കുഞ്ഞാപ്പനെ മറക്കരുത്, അതുമാതിരി ഉമ്മാനും മറക്കരുത്. ചിലവർ എന്നോട് നമ്മള് സ്വകാര്യത്തിൽ വിളിക്കുന്ന നല്ല നല്ല കൂട്ടുകാരുണ്ട്, നമ്മളിപ്പോ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അവരൊക്കെ പറയുന്നുണ്ട് എന്താണ് കുഞ്ഞാപ്പൂനെ ഒഴിവാക്കരുത്, ഉമ്മാനെ ഒഴിവാക്കരുത് എന്ന്. അപ്പൊ കുഞ്ഞാപ്പൂനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഉമ്മാനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇവരോടൊക്കെ പറയാണ്ട് ഈ 2 വോയിസ് ഞാൻ തന്നെ എടുക്കുന്നത്. സത്യം പറഞ്ഞ ഒരു ശ്വാസത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, എന്നാലും ഉമ്മാനാണ് എടുത്ത് പോവുകയാണ്. അതേമാതിരി കുഞ്ഞാപ്പിനെ കൊടുക്കുക. പക്ഷെ ഇതിന്റെ ഒക്കെ ക്രെഡിറ്റ് സാജിക്ക കൊടുക്കണ്ട്. കാരണം അവന് ഒപ്പം യോജിച്ച് കൊണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ കുറച്ചെടുക്കും, അവിടുന്ന് കുറച്ചെടുക്കും, എന്നിട്ട് സാജിയാണ് ഇതിന്റെ ഒക്കെ ക്രെഡിറ്റ് സാജിക്കാണ്. എനിക്കിങ്ങനെ അഭിനയിച്ചാൽ മതി, കഥ ഉണ്ടാക്കിയാൽ മതി, റിസ്ക് ഒക്കെ ഓനക്കാണ്. അപ്പൊ എല്ലാരും തീർച്ചയായും അതല്ല, ഇത് നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട്, ഇതിന് ഭയങ്കര കഷ്ടപ്പാടുണ്ട് ഒരു വീഡിയോ എടുക്കാൻ. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുമ്പോ ആൾക്കാരെ ചിലവര് കളിയാക്കുന്നുണ്ട്, എടാ പെണ്ണുങ്ങളെ വേഷം കെട്ടിന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ വേഷം കെട്ടി ആൾക്കാരെ കോമഡി ആക്കി ചിരിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഉമ്മാന്റെ ഡ്രസ്സ് ഇട്ടിട്ട്. സത്യം പറഞ്ഞ 2-3 പ്രാവശ്യം ഉമ്മാന്റെ ഡ്രസ്സ് ഇട്ട് ഞാൻ അഭിനയിച്ച്. പക്ഷെ എനിക്കാണ്ട് ഇട്ടിട്ടുണ്ട് കോള് പൊന്തിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ ഷർട്ട് ഇട്ടിട്ട് ഉമ്മായിട്ട് അഭിനയിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ വിജയം, വേറെ ഒന്നുമില്ല. കഴിയുന്നത് കാണാ, ഞങ്ങളെ വിജയിപ്പിക്കുക, അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. ഈ കുഞ്ഞാപ്പിന്റെ ഇനി സംസാരം ഒരു ഇത് തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. കുഞ്ഞാപ്പ് ആക്രാന്തം കൊടുക്കുന്നവർക്ക് ആക്രാന്തമൊന്നുമില്ല. ഞാൻ കിട്ടിയ എന്താ അത് തിന്നിട്ട് ജീവിക്കും, അത്ര തന്നെ ഉള്ളൂ. എന്താ ഉള്ളത് അത് കിട്ടുന്ന കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, ചമ്മന്തി, അങ്ങനെ അത് മാത്രമല്ല, അല്ലാതെ വല്ലാതെ ആക്രാന്തം കൂട്ടൂല. എന്നാ ശരി, വേറെ ഒന്നുമില്ലല്ലോ, ബോറടിപ്പിക്കണ്ട. അല്ല ബോറടിപ്പിക്കണില്ല, ഇത്ര ഉള്ളൂ പറയും. അത് അവർക്ക് അറിയില്ല, ഇത്ര തന്നെ ഉള്ളൂ. ഞാൻ പോയി കുളിക്കട്ടെ, പണി ഇനി ഭയങ്കര. നാളെ നമ്മൾ ഇടുന്നുണ്ടോ? ചിലപ്പോ നാളെ ഇടേണ്ടി വരും. കാരണം ഇന്ന് പണിക്ക് പോയി ഇപ്പൊ നാളെ പോകുന്നു പറയാൻ പറ്റൂല. പോയിട്ടില്ലെങ്കിൽ നാളെ വരും വീഡിയോ അല്ല, തീർച്ചയായും വരും. ആയിക്കോട്ടെ.